പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി പോകുന്നത്? അത് ആ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികൾ ചെയ്താൽ പോരെ? മുഖ്യമന്ത്രി അല്ലല്ലോ പാറ പൊട്ടിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിൽ ഒരു വലിയ തമാശയാണ്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തുക സ്വാഭാവികമാണ്. ഒരു പാറ പൊട്ടിക്കണ പരിപാടിക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് മഹാ കഷ്ടമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതൊക്കെ ഏതെങ്കിലും തൊഴിലാളികൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് തിരിച്ചു ചോദിക്കാം, ഈ സർക്കാർ കെട്ടിടങ്ങളൊക്കെ പണി തുടങ്ങുന്ന സമയത്ത് കല്ലിടാൻ വേണ്ടിയിട്ട് പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നാട് നീളം നടന്ന് ഒരുപാട് കല്ലിട്ട കഥ നമുക്കറിയാം. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യാണ്. പൂർത്തിയാക്കിയ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും ഈ പാറ പൊട്ടിക്കുന്ന പരിപാടി അത് തുടങ്ങുകയാണെന്ന് വെക്കാം. അതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുമ്പോൾ പഴയ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിൻ്റെ നേതാവ്, ഇലക്ഷത്തിൻ്റെ തൊട്ട് മുമ്പേ നാട് നീളം നടന്ന് കുറേ പരിപാടികൾക്ക് കല്ലിട്ട് നടക്കുകയായിരുന്നു. ആ കല്ലുകളൊക്കെ പിണറായി വിജയൻ പണിത് തീർത്തു. ബാക്കിയുള്ള കല്ലുകളൊക്കെ എവിടെയെന്ന് നമുക്ക് തേടി നടന്നാൽ കാണുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ സതീശന് ഈ പരിപാടി എന്തായാലും ഇഷ്ടമായിട്ടില്ല. ഈ ഇലക്ഷൻ പ്രമാണിച്ച് മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടുന്ന ചില ചെപ്പടി വിദ്യകളാണെന്നാണ് നമ്മുടെ സതീശൻ സാറിൻ്റെ അഭിപ്രായം. ഈ മുഖ്യമന്ത്രിയുടെ ഈ പാറ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ, ആ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികളും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത് ആ വെടിയൊച്ച ചെന്ന് കൊണ്ടത് UDFൻ്റെ നെഞ്ചത്താണ്, സതീശൻ്റെ നെഞ്ചത്താണ് എന്ന് പറഞ്ഞത് ശരിയാണോ എന്നിപ്പോൾ ഈ നമ്മുടെ ഈ സതീശൻ്റെ പ്രതികരണം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുള്ളിക്ക് ഈ പാറ പൊട്ടിക്കണത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീരെ സുഖിച്ചിട്ടില്ല. ഇതൊന്നും ഈ സമയത്ത് ചെയ്യേണ്ട പരിപാടിയല്ല. അത് എത്ര തവണയെന്ന് ഉദ്ഘാടനം, പ്രഖ്യാപിക്കുന്നതിന് ഒരു ഉദ്ഘാടനം, ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന ഒരു ഉദ്ഘാടനം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നുള്ളതാണ് പുള്ളിയുടെ. എന്തായാലും പുള്ളിയുടെ അരിശം തീർന്നിട്ടില്ല. ബാക്കിയും കൂടെ കുറച്ച് പുള്ളിക്ക് പറയേണ്ടതും കൂടെ കേട്ട് നോക്കാം. പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം അത് ഗവൺമെന്റിന് എല്ലാ അവകാശമുണ്ട്. പക്ഷെ ഇത് ചെയ്തത് പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച നാണമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അപ്പം അതാണ് കാര്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി പോയിട്ട് ആ പാറ പൊട്ടിക്കണ പരിപാടി നടത്തിയതാണ് പ്രശ്നമായിരിക്കുന്നത്. അതാണ് പുള്ളിക്കുള്ള പരാതി. അതാണ് നാണവും മാനവും ഇല്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയൊക്കെ പോയി ഈ പരിപാടി നടത്തുന്നത് നാണം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതൊരു കോൺഗ്രസ്സുകാരൻ മന്ത്രിയായിരുന്നെങ്കിലോ അവരുടെ ഭരണമായിരുന്നെങ്കിലോ ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ CPM-കാരനായ ഈ മുഖ്യമന്ത്രി അവരുടെ നേട്ടങ്ങളായി കാണിക്കുന്നതിന് വേണ്ടി ഈ ഒരു പരിപാടി കാണിച്ചത് പുള്ളിക്ക് ഇഷ്ടമായിട്ടില്ല. അത് മാത്രമല്ല നമ്മുടെ സതീശൻ്റെ അരിശം, പുള്ളിക്ക് ഈ പദ്ധതിയെ ഇഷ്ടമല്ല. പുള്ളി പദ്ധതിയെ പറ്റിയിട്ട് പുള്ളി എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ ഈ അധികാരത്തിൽ വന്നാൽ ഇനി അതൊക്കെ പാടെ അടച്ച് തീർക്കുക, അത് തുടങ്ങി പകുതി തുറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂടിയിട്ടിട്ട് ക്ലോസ് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു കൂടെ കേട്ട് നോക്കാം. വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ടം മലനിരകൾ, കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഈ തുരങ്കപാതയ്ക്ക് എതിരായിരുന്നു സതീശനും കൂട്ടരും എന്ന് പറഞ്ഞാൽ UDF എതിരായിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ ഒരു തുരങ്കപാത വന്നു കഴിഞ്ഞാൽ മലബാറിൻ്റെ മുഖച്ഛായ തന്നെ മാറും. കാരണം ബാംഗ്ലൂർക്കൊക്കെ അതിവേഗം എത്തിപ്പെടാൻ പറ്റുന്ന, അവിടുത്തെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ കർണാടകയിൽ കൊണ്ടുപോയിട്ടൊക്കെ വിൽക്കാൻ പറ്റുക, പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുക, അതിവേഗം ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. അത് കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുമായിരുന്നു. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സതീശൻ്റെയും കൂട്ടരുടെയും ആഗ്രഹം, മനസ്സിലിരിപ്പ്. പിന്നെ നമുക്കറിയാം വിഴിഞ്ഞത്ത് ആ പദ്ധതി ഏതാണ്ട് ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു എന്ന് ഏതാണ്ട് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ അവിടെ കുറച്ച് ആൾക്കാരുടെ നേതൃത്വത്തിൽ ആ പദ്ധതിക്കെതിരായിട്ടുള്ള ചില സമരം നടന്നു. അവരുടെ വലിയ കലാപങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആ സമരത്തിനെയും പിന്തുണച്ചുകൊണ്ട് സതീശനും കൂട്ടരും രംഗത്ത് വന്ന് അതിനെയും ആ പരിപാടിയും നിർത്താനും ആ പദ്ധതി പുരോഗമിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ KRLയുടെ കഥ നമുക്കറിയാമല്ലോ. KRL ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഉണ്ടാക്കിയ കോലാഹലം അറിയാം. അത് കാരണം ഇവിടുന്ന് ആ പരിപാടി ഈ സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വന്നു. വലിയുള്ള സമരങ്ങളാണ് ഈ പ്രതിപക്ഷം വന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ശ്രീധരൻ ഒരു പദ്ധതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അതിനെ പക്ഷേ സതീശൻ എന്തുകൊണ്ടാണെന്നറിയില്ല മനസ്സുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ചില വാർത്തകളിൽ കണ്ടു. അത് ഒരു പക്ഷേ അടുത്ത തവണ ഭരണം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള ചില സർവേകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റിങ് എടുക്കാലോ, അത് പിണറായി കൊണ്ടുപോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല. എന്തായാലും കേരളത്തിന് നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിക്കാം. സതീശനും കൂട്ടരുടെയും UDFൻ്റെയും ഇത്തരം ആറ്റിറ്റ്യൂഡുകളോട് നമ്മുടെ പ്രേക്ഷകർക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്തരം ചില രാഷ്ട്രീയ തമാശകൾ ഇനിയും ഇലക്ഷൻ വരെ തുടരും.
അത് കാണാനും കേൾക്കാനുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.